ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള 10 വണ്ടികളെ പറ്റിയാണ്. ആൻഡ് ഈ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന വണ്ടികൾ ഒരു പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. എനിവേ നമുക്ക് ആദ്യം 10th പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. പണ്ടൊക്കെ ടോപ്പ് 5 അകത്ത് വന്നുകൊണ്ടിരുന്ന വാഹനമായിരുന്നു ഇത്. ആൻഡ് ടാറ്റയുടെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായിരുന്നു നെക്സോൺ. ഇപ്പോൾ അതിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് നെക്സോൺ നേരെ 10th പൊസിഷനിലേക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ സെയിൽസ് ഒരുപാട് കുറഞ്ഞതുകൊണ്ടല്ല, പക്ഷെ മറ്റു വണ്ടികളുടെ സെയിൽസ് കൂടിയതുകൊണ്ടാണ്. എനിവേ നെക്സോണ് കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 2024 14,058 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നമ്മളിതിനെ ഡയറക്റ്റ് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി 2024 14,395 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു നെക്സോണിന് കിട്ടിയത്. എന്ന് വെച്ചാൽ 337 വാഹനങ്ങളുടെ വ്യത്യാസവും 2.34% ഡീഗ്രോത്തുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് വ്യത്യാസം പറയാൻ പറ്റും. കാരണം മാർച്ച് 2023 നെക്സോണിന് 14,769 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നു. 711 വണ്ടികളുടെ വ്യത്യാസവും 4.81% ഡീഗ്രോത്ത് റേറ്റ് അവിടെയുണ്ട്. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 14,614 വണ്ടികളുടെ സെയിൽസാണ്. മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2024 15,765 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയത്. അതായത് 1,181 വണ്ടികളുടെ വ്യത്യാസവും 7.3% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇനി ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ച് 2023 ബ്രസയ്ക്ക് കിട്ടിയ സെയിൽസ് 16,227 വണ്ടികളുടെ ആയിരുന്നു. ആൻഡ് എന്ന് വെച്ചാൽ ഡിഫറൻസ് 1,613 വണ്ടികളുടെ ഡീഗ്രോത്ത് റേറ്റ് 9.94% ആണ്. എന്ന് വെച്ചാൽ ബ്രസയ്ക്കും നമുക്കിവിടെ ഇയർ ഓൺ ഇയറിലും മന്ത് ഓൺ മന്തിലും രണ്ടിലും ഡീഗ്രോത്ത് തന്നെയാണ് പറയാൻ പറ്റുന്നത്. സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന SUV-കളിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിയ വാഹനം ബ്രസയാണ്. പക്ഷേ ഇപ്പോൾ ഇതല്ലല്ലോ, ഇതിൻ്റെ താഴെ വേറൊരു സെഗ്മെൻറ്റും കൂടെ ഉണ്ടല്ലോ. ആ വണ്ടികളൊക്കെയാണ് മുകളിൽ കയറി നിൽക്കുന്നത്. എനിവേ ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കി എർട്ടിഗയാണ്. ഇപ്പോൾ എർട്ടിഗ നമ്മുടെ സബ് 4 മീറ്റർ SUVs-നെ വരെ സെയിൽസ് ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം എർട്ടിഗ 14,888 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. ഫെബ്രുവരി 2024 അതായത് മന്ത് ഓൺ മന്തിൽ 15,519 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നതിന് കിട്ടിയത്. 631 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 4.07% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇനി ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ 2023 മാർച്ചിൽ 9,028 വണ്ടികളുടെ സെയിൽസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 5,860 വണ്ടികളുടെ വ്യത്യാസവും 64.91% ഗ്രോത്ത് റേറ്റും വന്നതായി പറയാം. അത് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ്. ആ ഒരു 10,000 റേഞ്ചിൽ നിന്നാണ് ഇപ്പോൾ എർട്ടിഗ നേരെ 15,000 റേഞ്ചിലേക്ക് ചാടിയിരിക്കുന്നത്. ഒരു MPV എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീര സെയിൽസ് ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ വേറൊരു വണ്ടിയാണ് നമ്മുടെ സ്കോർപിയോ സീരീസിൽ വരുന്ന സ്കോർപിയോ എന്നും സ്കോർപിയോ ക്ലാസിക്കും. രണ്ടിനെയും കൂടെ കമ്പൈൻഡ് സെയിൽസ് ആണ് മഹീന്ദ്ര പുറത്തു വിടാറുള്ളത്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ രണ്ട് വണ്ടികളും സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം നമുക്ക് ഈ രണ്ട് വണ്ടികൾക്കായിട്ട് കിട്ടിയത് 15,151 വണ്ടികളുടെ സെയിൽസ് ആണ്. ഫെബ്രുവരിയിൽ 15,051 വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത്. 100 വണ്ടികളുടെ വ്യത്യാസം 0.66% ഗ്രോത്ത് റേറ്റുമാണ് മന്ത് ഓൺ മന്തിൽ. ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ മാർച്ച് 2023 നമ്മുടെ സ്കോർപിയോ സീരീസിന് 8,788 വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 6,363 വണ്ടികളുടെ വ്യത്യാസം 72.41% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇത് തന്നെയാണ്. ആൻഡ് ഇത്രയും വലിയ വണ്ടിയായിട്ടും ഇത്രയും സെയിൽസ് 15,000 ഇടയൊക്കെ സെയിൽസ് കിട്ടുന്നു എന്ന് പറയുന്നത് ഗംഭീര കാര്യം തന്നെയാണ്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 15,588 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഇതിനെ നമ്മൾ മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ ഈ വാഹനത്തിന് 17,517 വണ്ടികളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. അതായത് 1,929 വണ്ടികളുടെ നഷ്ടമുണ്ട്. 11.01% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. മന്ത് ഓൺ മന്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വാഹനത്തിനാണ്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ അവിടെ ബലേനോയ്ക്ക് മാർച്ച് 2023 16,168 വണ്ടികളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. 580 വണ്ടികളുടെ വ്യത്യാസം അവിടെയുണ്ട്. 3.59% ഡീഗ്രോത്ത് റേറ്റും അവിടെയുണ്ട്. അതായത് രണ്ട് കണ്ടീഷൻസിലും ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് നമുക്ക് ബലേനോയുടെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഇത്രയും സെയിലുള്ള ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറയാൻ ഇപ്പോഴും ഈ വാഹനം മാത്രമേ ഉള്ളൂ. മറ്റുള്ള വാഹനങ്ങളുടെയൊക്കെ സെയിൽസ് കമ്പാരിറ്റീവ്ലി വളരെ മോശമാണ്. 10ൽ താഴെയാണ് ഉറപ്പായിട്ടും കിട്ടുന്നത്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡലൊക്കെ ഇപ്പോഴും പെൻഡിങ് ആയി നിൽക്കുകയാണ്. അത് ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഐ മീൻ ഈ മാസം അടുത്ത മാസം എന്നൊക്കെയാണ്.
ഒക്കെ ആയിട്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ലോഞ്ച് ജൂണിലേക്ക് നീട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി ഉള്ള തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആൾക്കാർ വാങ്ങുന്ന അങ്ങനെ കുറച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞ മാസം 15,728 വണ്ടികളുടെ സെയിൽസ് സ്വിഫ്റ്റിന് കിട്ടിയതാണ്. മന്ത് ഓൺ മന്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 13,165 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടിയതായിരുന്നു. അതായത് 2,563 വണ്ടികളുടെ വ്യത്യാസവും 19.47% ഗ്രോത്ത് റേറ്റും. മന്ത് ഓൺ മന്തിലൊക്കെ സ്വിഫ്റ്റ് ഇപ്പോൾ ഗ്രോത്താണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് വാങ്ങുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി ഇപ്പം നിങ്ങളുടെ തീരുമാനം, കാരണം നിങ്ങളാണ് വണ്ടി എടുക്കുന്നത്. മാർച്ച് 2023 ഈ വാഹനത്തിന് കിട്ടിയ സെയിൽസ് 17,559 വണ്ടികളുടെ ആയിരുന്നു. ഇനി അടുത്തതായി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡിസയർ ആണ്. ഈ സ്വിഫ്റ്റിൻ്റെ സെയിൽസ് ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് മിക്ക മാസവും ഡിസയർ മുന്നിൽ കയറാറുണ്ട്. എന്തായാലും ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഫോർത്ത് ജനറേഷൻ ഡിസയറും അതിൻ്റെ ലോഞ്ചിന് 2-3 മാസത്തിന് ശേഷം പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം 15,894 വണ്ടികളുടെ സെയിൽസാണ് ഡിസയറിന് കിട്ടിയത്. ഇയർ ഓൺ ഇയറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ച് 2023 13,394 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതായത് 18.67% ഗ്രോത്ത് റേറ്റും 2,500 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. ഇനി മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 15,837 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, 57 വണ്ടികളുടെ വ്യത്യാസം, 0.36% ഗ്രോത്ത് റേറ്റും. അതങ്ങനെ വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും കോമ്പാക്ട് സെഡാൻസിൽ ഇപ്പോൾ ഇത്രയും സെയിൽ കിട്ടുന്ന വാഹനം ഇത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണാർ ആണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ടോപ്പ് 3 വാഹനമുണ്ട്, മിക്ക മാസങ്ങളിലും നമ്പർ 1 ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം 3 നിൽക്കുന്നത്. കഴിഞ്ഞ മാസം ഇതിന് 16,368 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഫെബ്രുവരി 2024 ഈ വാഹനത്തിന് 19,412 വണ്ടികളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. അതായത് 3,044 വണ്ടികളുടെ വ്യത്യാസവും 15.68% ഡിഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഈ വാഹനത്തിനാണ്. ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ മാർച്ച് 2023 17,305 വാഹനങ്ങളുടെ സെയിൽസും ഇതിന് കിട്ടിയതായിരുന്നു. അതായത് അവിടെയും ഡിഗ്രോത്ത് ഉണ്ട്, 5.41% ആണ് ഡിഗ്രോത്ത് റേറ്റ്. ആൻഡ് 937 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇതൊരു മോശം സെയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇതിന് മുകളിലും മറ്റ് വണ്ടികളുണ്ട്, അതുകൊണ്ട് ഇതൊരു ഗംഭീര സെയിലാണെന്നും വാഗണാറിൻ്റെ ടേംസിൽ നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റ ആണ്. ഇത് സെക്കൻഡ് പൊസിഷനിലൊക്കെ വന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും സെയിൽ ബൂസ്റ്റപ്പ് ആയത്. കഴിഞ്ഞ മാസം 16,458 വണ്ടികളുടെ സെയിൽസാണ് ക്രെറ്റയ്ക്ക് കിട്ടിയത്. അത് ഓൾമോസ്റ്റ് അവർ ടൈം ഹൈ സെയിൽസ് ആണ് എന്ന് തന്നെ പറയാം. മാർച്ചിൽ ഈ വാഹനത്തിന്, അതായത് മാർച്ച് 2023 ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 14,026 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ആ സമയത്ത് കിട്ടിയത്. 2,432 വണ്ടികളുടെ വ്യത്യാസം, 17.34% ഗ്രോത്ത് റേറ്റും ഇയർ ഓൺ ഇയർ ബേസിലുണ്ട്. ഇനി മന്ത് ഓൺ മന്തിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി 2024 15,276 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയത്. അതായത് നമ്മുടെ ഫേസ് ലിഫ്റ്റിന് തന്നെ സെയിൽസാണ് ഫെബ്രുവരിയിൽ വന്നിരിക്കുന്നത്. 1,182 വണ്ടികളുടെ വ്യത്യാസവും 7.74% ഗ്രോത്ത് റേറ്റ് മന്ത് ഓൺ മന്തിലും പറയാം. അതായത് ഇയർ ഓൺ ഇയറിലും മന്ത് ഓൺ മന്തിലും രണ്ടിലും ക്രെറ്റയ്ക്ക് ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്പർ 1 പൊസിഷനുള്ള വാഹനം, അതാണ് ടാറ്റ പഞ്ച്. അങ്ങനെ ഫൈനലി മാരുതി സുസുക്കിയുടെ ആ ഒരു ഭരണം കഴിഞ്ഞു എന്ന് പറയാം. നമ്പർ 1 പൊസിഷനിൽ, ഈവൻ നമ്പർ 2 പോലും കഴിഞ്ഞ മാസം ഹ്യുണ്ടായാണ്, അതായത് ക്രെറ്റയാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 ഇപ്പോൾ നമുക്കറിയാം പഞ്ചാണ്. പഞ്ചിൻ്റെ EV ഇറക്കിയത് മുതൽ മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ സെയിലൊന്ന് ബൂസ്റ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17,547 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയത്. നമ്മളിപ്പോൾ മന്ത് ഓൺ മന്തിലൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഡീഗ്രോത്ത് ആണ്. കാരണം ഫെബ്രുവരിയിൽ 18,438 വണ്ടികളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. 891 വണ്ടികളുടെ വ്യത്യാസവും 4.83% ഡിഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ടോട്ടൽ വണ്ടികളുടെ സെയിൽസ് നോക്കുമ്പം ആ സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്ന വണ്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഇതിനേക്കാൾ കൂടുതൽ സെയിൽസ് ഉള്ള വണ്ടികൾ വേറെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒബ്വിയസ്ലി ഇത് നമ്പർ 1 ആയത്. ഇനി മാർച്ച് 2023 10,894 വണ്ടികളുടെ സെയിൽസ് മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് സെയിൽസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും അധികം വിറ്റുപോയ 10 വാഹനങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.